ഇന്നത്തേത് ഭാര്യ വീട്ടിലെ ഒരു കുഞ്ഞു പ്രഭാത കഥയാണ്. കല്യാണം കഴിഞ്ഞ സമയത്ത് ചിന്നുവിന്റെ വീട്ടിലേക്ക് വരാൻ തീരെ താല്പര്യമില്ലായിരുന്ന ഞാൻ ഇന്ന് ചെറിയൊരു ഇടവേള കിട്ടിയാൽ ആദ്യം ഓടി വരുന്നത് കാസർഗോട്ടേക്കാണ്. കാരണം ഈ വീടും പരിസരവും പിന്നെ ഇവിടുത്തെ അച്ഛനും അമ്മയും നാട്ടുകാരും ഒക്കെ തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ രാവിലകളാണ്. ചെറിയ കോടയും അമ്മയുടെ വിറകടുപ്പിലെ പുകയും അച്ഛന്റെ കൃഷിപ്പരിപാടികളുമൊക്കെ ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കുമ്പോൾ തന്നെ ജീവിതം ഒരു 20 വർഷം പുറകിലേക്ക് പോയതുപോലെ തോന്നാറുണ്ട്. അങ്ങനെ പതിവിനുപരി ഇത്തവണ അല്പം നേരത്തെ എണീറ്റു. കാരണം ന്യൂ ഇയർ റെസൊല്യൂഷന്റെ ഭാഗമായിട്ട് ഞാനും ചിന്നുവും ചെറിയ ആരോഗ്യ പരിപാലനമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. രണ്ടാൾക്കും ആവശ്യത്തിനധികം മടിയുള്ളത് കൊണ്ട് തന്നെ ഒരു പേഴ്സണൽ ട്രെയിനറിന് തുല്യമായി ഞങ്ങൾ രണ്ടാളും കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഫിട്രീറ്റ് കപ്പിളിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതാകുമ്പോൾ ഇവരുടെ ഈ ആപ്പ് വഴി ഡെയിലി നമ്മൾ എന്തൊക്കെ വർക്കൗട്ടുകളാണ് ചെയ്യേണ്ടതെന്ന് വീഡിയോ സഹിതം ലഭിക്കും. കൂടാതെ സഹായത്തിനായി ഒരു പേഴ്സണൽ ട്രെയിനറും ഉണ്ടാകും. കക്ഷിയുടെ വക നല്ല ഒന്നാന്തരം മോട്ടിവേഷനും കിട്ടും. ഞങ്ങളെപ്പോലെ വർക്കൗട്ട് ചെയ്യാൻ മടിയുള്ളവർക്ക് ഇതുപോലെയുള്ള ഒരാൾ നല്ലതായിരിക്കും. പിന്നെ എനിക്കിതിൽ ഏറെ ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഫിട്രീറ്റിന്റെ ഈ ആപ്പിൽ തന്നെ ഡയറ്റിന്റെ ഭാഗമായി കസ്റ്റമൈസ്ഡ് മീൽ പ്ലാനും കൂടെ അതിന്റെ റെസിപ്പികളും ഉണ്ടാവുകയും ചെയ്യും. പോരാത്തതിന് ഒരു പേഴ്സണൽ ഡയറ്റീഷ്യനും ഉണ്ടാകും. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഫിട്രീറ്റ് കപ്പിളിൽ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. നമുക്ക് ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യാം. അങ്ങനെ ആരോഗ്യ അഭ്യാസവും കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയതും അടുത്ത വ്യായാമം ഇങ്ങെത്തി. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ വ്യായാമം ചെയ്തവരായിരിക്കും നമ്മളിൽ മിക്കവരും. കിണറ്റിൽ നിന്നും വെള്ളം കോരുക. കൂട്ടത്തിൽ ഈ വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന തൊട്ടി കഴിഞ്ഞ് കിണറ്റിൽ പോയ കഥകൾ വേറെയും. അത് തിരികെ എടുക്കാൻ ഉപയോഗിച്ചിരുന്ന പാതാളക്കറണ്ടിയൊക്കെ ഇപ്പൊ എവിടെയാണോ ആവോ. വെള്ളവും കോരി കഴിഞ്ഞ് നേരെ വീണ് കിടക്കുന്ന തേങ്ങ പറക്കാനായി നേരെ പറമ്പിലേക്ക്. ഇതിലും രസമുള്ള പരിപാടി വേറെ ഇല്ല എന്ന് തന്നെ പറയാം. എന്തോ ഓരോ തേങ്ങ കിട്ടുമ്പോഴും വലിയ എന്തോ ഒരു നിധി കിട്ടിയ പ്രതീതിയാണ് ചിന്നുവിനെപ്പോഴും. തേങ്ങയുടെ ഇപ്പോഴത്തെ വില വെച്ച് നോക്കുമ്പോൾ സത്യത്തിൽ ഏറെക്കുറെ നിധി തന്നെയല്ലേ. അങ്ങനെ തേങ്ങയുമായി അമ്മയുടെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് പ്രഭാത ഭക്ഷണത്തിനായി എണ്ണയൊന്നും അധികം ഉപയോഗിക്കാത്ത കാസർഗോട്ടുകാരുടെ സ്വന്തം ഓട്ടുപോള അപ്പം ഉണ്ടാക്കുന്നത് കണ്ടത്. പച്ചരിയും ചോറും തേങ്ങയും ഒരുമിച്ച് അരച്ചെടുത്ത മാവ് ചുട്ടുപൊള്ളുന്ന ഓട്ടിലേക്ക് വെള്ളം തളിച്ച് അതിലേക്ക് മാവ് ഒഴിച്ച് മൂടി വെച്ചുണ്ടാക്കുന്നതാണ് ഓട്ടുപോള അപ്പം. തെക്കോട്ടൊന്നും ഇവനെ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ കൗതുകത്തിന്റെ പുറത്ത് ഞാനും ഉണ്ടാക്കി ഒരെണ്ണം. നിങ്ങളുടെ നാട്ടിൽ ഈ ഓട്ടുപോളയ്ക്ക് വേറെ എന്തെങ്കിലും വിളിപ്പേരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഓട്ടുപോളയും കൂടെ ഇന്നലത്തെ നല്ല ഉഗ്രൻ മീൻകറിയും കൂട്ടി ഞാനും ചിന്നുവും വായ്ക്കും വയറിനുമുള്ള വ്യായാമം ആരംഭിച്ചു. അപ്പോൾ അടുത്ത കഥയുമായി ഉടനെ തന്നെ വരാം. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കൂടെ വിമർശനങ്ങളും. അപ്പോൾ എന്നാൽ അങ്ങനെ ആകട്ടെ.